വഴനശലഭം എന്ന് പറയുന്ന ചിത്രശലഭത്തിന്റെ ലാർവയാണ് കേട്ടോ ഇത്. ലാർവ അല്ലെങ്കിൽ കാറ്റർപില്ലർ. ആ ചിത്രശലഭം മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴു, അതാണ് ഇത്. ഇപ്പോൾ ഞാനിത് കണ്ടത് ജനുവരി 27-ാം തീയതിയാണ് ഞാനിതിനെ ശ്രദ്ധിക്കുന്നത് കേട്ടോ. വഴനമരത്തിന്റെ കമ്പിൽ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പിന്നെ ഞാൻ ഇതിനെ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് വഴനശലഭത്തിന്റെ ലാർവയാണെന്ന് മനസ്സിലായത്. ഓരോ ദിവസവും ഓരോ ഇലകളിൽ മാറി മാറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജനുവരി 27, 28, 29, 30, 31 തീയതികളിലെല്ലാം ഇത് പുഴുവായിട്ട് തന്നെ ഇതായി കാറ്റർപില്ലറായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഓരോ ദിവസവും ഓരോ ഇലകളിലും ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതിന്റെ ആ ഇലയുടെ പകുതി ഭാഗം കാണില്ല. ഓരോ ഇലകളിലും ഇരുന്നിട്ട് ആ ഇലകൾ കാർന്ന് തിന്നിരിക്കുന്നത് കണ്ടോ. നല്ല തീറ്റ പ്രിയരാണ് കേട്ടോ ഈ കാറ്റർപില്ലറുകൾ. ഇതാണ്ടോ എല്ലാ ഇലയ്ക്കും പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. ജനുവരി 30-ാം തീയതി ആയപ്പോഴേക്കും ഇങ്ങനെ കണ്ടുട്ടോ. ഇപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ആ പുഴു ഒന്ന് അനങ്ങുന്നത് കാണാട്ടോ. ഒറ്റ ഞൊടിയൽ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അതിന്റെ അനക്കം കാണാൻ പറ്റും. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈക്ക് 4 ലൈഫ് സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എഗ്, ലാർവ ഓർ കാറ്റർപില്ലർ, പ്യൂപ്പ ആൻഡ് അഡൽട്ട് ബട്ടർഫ്ലൈ. അതിലിപ്പോൾ 2ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജനുവരി 31-ാം തീയതി ആയപ്പോഴേക്കും അടുത്ത ദിവസത്തെ കാഴ്ച കാണട്ടോ. ഇത് ജനുവരി 31-ാം തീയതിയുള്ള അവസ്ഥയാണ്. ഇതുപോലെ ഇരിക്കുമായിരുന്നു, രണ്ടറ്റവും മുട്ടിയിട്ട് നടുഭാഗം വിട്ടിരിക്കുന്ന അവസ്ഥയിൽ 2 ദിവസം ഇങ്ങനെയും കണ്ടു കേട്ടോ. അതിനുശേഷമാണ് ഇത് കണ്ടോ ഫെബ്രുവരി 1-ാം തീയതി ഞാൻ നോക്കിയപ്പോൾ ഇത് പ്യൂപ്പയായിട്ട് ഇരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഉണക്ക ചുള്ളിക്കമ്പാണെന്നല്ലേ തോന്നുള്ളൂ. അതിനെ ചുറ്റി കമ്പിലേക്ക് നേർത്ത നൂലുകൊണ്ട് പിടിച്ചു കെട്ടിയ പോലെയും ഒരു ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫെബ്രുവരി 1-ാം തീയതി, 2-ാം തീയതി, 3, 4, 5, 6. ഇന്ന് 6-ാം തീയതിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇപ്പോൾ 6 ദിവസമായിട്ടും ഇത് ഈ പ്യൂപ്പയിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഇനിയുള്ള വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ, ഇതൊരു ചിത്രശലഭമായിട്ട് പുറത്തേക്ക് വരുന്നത് എനിക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് പെട്ടെന്ന് ഇതിന് എപ്പോഴാണോ ഇതിൽ നിന്ന് പുറത്തു വരുന്നതെന്നോ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. പക്ഷെ ഈ ശലഭമല്ലാതെ മറ്റൊരു ശലഭം പ്യൂപ്പയിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചു തന്നിരുന്നു കേട്ടോ. അതൊരു മഞ്ഞ ചിത്രശലഭം, ചെറിയ അത് ഞങ്ങളുടെ വീട്ടിലുള്ള കണിക്കൊന്നയുടെ തണ്ടിൽ നിന്ന് പറന്നു പോകുന്ന ചിത്രശലഭമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നായിരുന്നു. ഓരോ ദിവസവും ഓരോ ഇലകളിലായിരിക്കും കാണുന്നത്. പല ദിവസങ്ങളിൽ ഞാൻ ഇതിനെ ഏറ്റവും അറ്റത്തുള്ള ഇലകളിലാണ് ലാസ്റ്റ് കണ്ടത് കേട്ടോ. അത് അവിടെ നിന്ന് പിന്നോട്ട് സഞ്ചരിച്ച് 7 ഇലകൾക്ക് അപ്പുറം പോയിട്ടാണ് ഇത് പ്യൂപ്പയായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സഞ്ചാരപ്രിയരുമാണ്, നല്ല തീറ്റപ്രിയരുമാണ് കേട്ടോ. കണ്ടോ, എല്ലാ ഇലകളും ആ പുഴു ഇരുന്ന ഭാഗത്തുള്ള എല്ലാ ഇലകൾക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. എല്ലാ ഇലകളിലും സഞ്ചരിച്ച് അതിന് ഇഷ്ടപ്പെട്ട ഭാഗം എല്ലാം കഴിച്ചിട്ടാണ് അത് ഒരു സ്ഥലത്ത് പ്യൂപ്പയായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണയായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്.